എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഗ്യാസ് കമ്പനികളുടെ LPG ID എങ്ങനെ ഓൺലൈനായി കണ്ടെത്താമെന്നും അതേപോലെ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഓൺലൈനായി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുമാണ്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP തുടങ്ങിയ 3 കമ്പനികളുടെയും EKYC മസ്റ്ററിംഗ് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്ന വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഈ 3 കമ്പനികളുടെയും EKYC മസ്റ്ററിംഗ് ചെയ്യുന്ന വീഡിയോ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ LPG ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ ആധാർ, ഫേസ് ID ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കാം എന്നിവയൊക്കെ അടങ്ങിയ വീഡിയോകൾ ഇവയൊക്കെ LPG EKYC എന്ന പ്ലേലിസ്റ്റിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇവിടെ നമുക്ക് ആദ്യം HP ഗ്യാസിൻ്റെ LPG ID കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. മറ്റ് 2 കമ്പനികളുടെയും പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മൾ വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ഇത് പരിശോധിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇത് നോക്കുവാൻ സാധിക്കും. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് myhpgas.in എന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്ന കാണാം. ഈ ഒരു വെബ്സൈറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. മസ്റ്ററിംഗ് പ്രഖ്യാപിച്ച ശേഷം myLPG.in എന്ന വെബ്സൈറ്റും ഈ വെബ്സൈറ്റും ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കുകയാണ്. മറ്റ് വെബ്സൈറ്റുകൾക്കൊന്നും കുഴപ്പമില്ല. ഇവിടെ HP മസ്റ്ററിംഗ് ചെയ്യുന്നതിന് LPG ID ആവശ്യമില്ലെങ്കിലും ആവശ്യമുള്ളവർക്ക് ഇവിടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഗ്യാസ് ഏജൻസിയുടെ പേരും മൊബൈൽ നമ്പറും കൺസ്യൂമർ നമ്പരും ഒക്കെ കൊടുത്ത് 2-3 രീതിയിൽ ഇത് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇവയിലേതെങ്കിലും ഒന്ന് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുത്താൽ നമുക്ക് 17 ഡിജിറ്റുള്ള LPG ID, HPയുടെ LPG ID ഇവിടെ ഇങ്ങനെ ലഭിക്കും. ഇനി HP ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാറ്റുന്നതിനായി മുകളിൽ കാണുന്ന KYCയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ തുടർന്ന് ഇടത് സൈഡിൽ അപ്ഡേഷൻ ഓഫ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നൊരു ലിങ്ക് വരും. ആ ഒരു ലിങ്കിൽ പിന്നീട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ 3 ഓപ്ഷനുകളുണ്ട്. നിലവിലുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഏജൻസിയും തിരഞ്ഞെടുത്ത് കൊടുത്ത് കൺസ്യൂമർ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച LPG ID ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം. ഞാനിവിടെ LPG ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ LPG ഉപഭോക്താവിൻ്റെ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാർ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് കാണിക്കും. തൊട്ട് താഴെ അവിടെ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ആ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP ആണ് പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഞാനിവിടെ ആ ഒരു മൊബൈലിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് പുതിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് വരുന്നതാണ്. ഇവിടെ നമ്മൾ പുതിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും അതിനുശേഷം വെരിഫൈ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത പുതിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കൂടി വരുന്നതാണ്. ആ ഒരു OTPയും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് വിളിച്ച് കൺസ്യൂമർ നമ്പർ നൽകി ഇതുപോലെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP പറഞ്ഞു കൊടുത്തും പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ്റെ LPG ID കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യൻ മസ്റ്ററിംഗ് ചെയ്യുന്ന വീഡിയോയിൽ LPG IDയുടെ സഹായത്തോടു കൂടി മാത്രമേ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ myLPG.in എന്ന വെബ്സൈറ്റ് വഴി എടുക്കുന്നതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ myLPG.in എന്ന വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ LPG ID ഇന്ത്യൻ്റെ കണ്ടെത്താവുന്നതാണ്. അതിനായിട്ട് ഗൂഗിൾ എടുത്ത ശേഷം അവിടെ നമ്മൾ ഇന്ത്യൻ LPG ID ഫൈൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു ലിങ്ക് ലഭിക്കും. ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഈ സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ മസ്റ്ററിംഗ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ 2 രീതിയിൽ നമുക്ക് LPG ID ഇന്ത്യൻ്റെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നുകിൽ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഏജൻസിയുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് അതവിടെ വരുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ കൺസ്യൂമർ നമ്പരും കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന I am not a റോബർട്ട് എന്നുള്ള ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തി താഴെ പ്രൊസീഡ് കൊടുത്താൽ തൊട്ട് താഴെ LPG ID അവിടെ വരുന്നത് നമുക്ക് കാണാം.
ഇവിടെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്താണ് പ്രൊസീഡ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മൊബൈലിലേക്ക് വരുന്ന OTPയും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലാതെ ഡിസ്ട്രിബ്യൂട്ടറുടെ അല്ലെങ്കിൽ ഏജൻസിയുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം തൊട്ട് താഴെ കൺസ്യൂമർ നമ്പറും കൊടുത്ത് താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് കൊടുത്തും ഇങ്ങനെ നമുക്ക് ഇന്ത്യൻ LPG ID 17 ഡിജിറ്റുള്ളത് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് ഇന്ത്യൻ്റെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാറ്റുന്നതിന് ഓൺലൈനായി കഴിയത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോഴും അവർ അങ്ങനെയാണ് പറഞ്ഞത്. പകരം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ച് പറഞ്ഞ് നമുക്ക് രജിസ്റ്റേർഡ് ആധാറിലേക്ക് വരുന്ന OTP പറഞ്ഞു കൊടുത്ത് അതേപോലെ തന്നെ കൺസ്യൂമർ നമ്പരും പറഞ്ഞു കൊടുത്ത് മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കും. ഏജൻസി നമ്പർ ലഭിക്കുന്നതിനായി ഗൂഗിൾ എടുത്ത ശേഷം ഇന്ത്യൻ ഏജൻസി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ കോൺടാക്റ്റ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ഇങ്ങനെ നമുക്ക് ലഭിക്കും. ഇത് താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ സൈറ്റ് അഡ്രസ്സ് ഞാൻ കൊടുത്തിരിക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ലൊക്കാലിറ്റിയും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഏജൻസിയുടെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ മൊബൈൽ നമ്പർ കണ്ടെത്താൻ സാധിക്കും. അതല്ലെങ്കിൽ പാസ്ബുക്കിലും ഉണ്ടാകും. അങ്ങനെ ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞ് നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. SMS ചെയ്യുവാനുള്ള നമ്പറുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എപ്പോഴും ഫലപ്രദമായി വർക്ക് ചെയ്യണം എന്നില്ല. ഇനി നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ LPG ID കണ്ടെത്തുന്നതും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിനായിട്ട് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവയൊക്കെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഫൈൻഡ് യുവർ 17 ഡിജിറ്റ് LPG ID എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 2 രീതിയിൽ ഇത് കണ്ടെത്താം. ഒന്നുകിൽ ഡിസ്ട്രിബ്യൂട്ടർ ഏജൻസിയുടെ പേര്, അതിനുശേഷം കൺസ്യൂമർ നമ്പർ, കൂടാതെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഏജൻസിയുടെ പേരും കൺസ്യൂമർ നമ്പരും ഒക്കെ കൊടുത്ത് ഇത് രണ്ടിലൊന്ന് കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ 17 ഡിജിറ്റുള്ള LPG ID കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ മൊബൈൽ നമ്പർ മാറ്റുന്നതിനായി ഇവിടെ നമുക്ക് അപ്ഡേറ്റ് കോൺടാക്റ്റ് നമ്പർ ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് വരും. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ LPG ID കൊടുക്കാം. അതും അല്ലെങ്കിൽ തൊട്ട് താഴെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഏജൻസിയുടെ പേരും കൺസ്യൂമർ നമ്പർ നൽകി തൊട്ട് താഴെ കാണുന്ന ഇതിലേതെങ്കിലും ഒന്ന് നൽകി താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ നൽകിയിരിക്കുന്നത് അതേപോലെ നൽകി കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. വെരിഫിക്കേഷൻ വിത്ത് മൊബൈൽ OTP, അതായത് നിലവിൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് നമുക്ക് പുതിയ നമ്പർ കൊടുക്കാം. അതല്ലെങ്കിൽ വെരിഫിക്കേഷൻ വിത്ത് സബ്സ്ക്രൈബർ വൗച്ചർ, അതായത് നമ്മൾ ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ ഒരു വൗച്ചർ ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ വൗച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ വൗച്ചർ തിരഞ്ഞെടുക്കുന്നവർ ആ വൗച്ചറിൻ്റെ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ മൊബൈൽ OTP ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ജനറേറ്റ് മൊബൈൽ OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ആ മൊബൈലിലേക്ക് വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ താഴെയായി ഓൾട്ടർനേറ്റ് നമ്പർ ടൈപ്പ് എന്നുള്ളിടത്ത് ലാൻഡ് ലൈൻ നമ്പറുമുണ്ട്, മൊബൈൽ നമ്പറുമുണ്ട്. ആ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ആ ഒരു നമ്പർ അതിന് നേർക്ക് കൊടുക്കാം. അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ നമുക്ക് ഇപ്പോൾ കൊടുക്കേണ്ടുന്നത് അതിനും മുകളിലായിട്ട് ന്യൂ മൊബൈൽ നമ്പർ എന്ന് കാണാം. അവിടെ നിലവിലുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പറാണ് മാറ്റേണ്ടുന്നത്. അവിടെ അത് എറേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തൊട്ടുമുകളിൽ കൺസ്യൂമറുടെ പേരും പഴയ മൊബൈൽ നമ്പരും ഏജൻസിയുടെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ അവിടെ കാണിക്കുന്നതുമാണ്. ഞാനിവിടെ ഓൾട്ടർനേറ്റ് നമ്പറൊന്നും കൊടുക്കുന്നില്ല. പുതിയ മാറേണ്ട നമ്പർ മാത്രം കൊടുത്ത് താഴെ വന്ന് പ്രൊസീഡ് ആൻഡ് ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മളിപ്പോൾ കൊടുത്ത പുതിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരികയും മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും പുതിയ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ പുതിയ നമ്പറിലേക്കാണെന്ന് കാണിക്കുകയും ചെയ്യും. ഇനി ഗ്യാസ് ബുക്ക് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കേണ്ടുന്നത് ഈ പുതിയ മൊബൈൽ നമ്പറാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ ഈ 3 കമ്പനികളുടെയും മൊബൈൽ നമ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് മസ്റ്ററിങ് ചെയ്യുവാൻ, പുതിയ നമ്പർ ഉപയോഗിച്ച് മസ്റ്ററിങ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.